ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെത്തും. വരുന്ന 9-ാം തീയതിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഗവർണർ ഇടുക്കി തൊടുപുഴയിൽ എത്തുന്നത്. ഇതേ ദിവസമാണ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ഇടത് സംഘടനകൾ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്. ഭൂനിയമ ഭേദഗതി ബിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ ആയുധമാക്കി ഇടതുപക്ഷം പടയൊരുക്കം നടത്തുന്ന സാഹചര്യത്തിലാണ് ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായി തന്നെ നിലനിൽക്കുന്ന ഇടുക്കിയിലേക്ക് ജില്ലയിലെ വ്യാപാരികളുടെ ക്ഷണം സ്വീകരിച്ച ഗവർണർ എത്തുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരംഭിച്ചിരിക്കുന്ന കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഗവർണർ വരുന്ന 9-ാം തീയതി ഇടുക്കി തൊടുപുഴയിലെത്തുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം രാവിലെ 11:30 കേരള ഗവർണർ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ വെച്ചാണ് നടത്തുക. അതേസമയം 9-ാം തീയതിയാണ് ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച ഇടുക്കിയിൽ നിന്നും ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധവുമായി ഇടുക്കിയിൽ നിന്നും ഇടത് സംഘടനകൾ രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ രാജ്ഭവനിൽ നിന്നും ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതേസമയം വ്യാപാരി വ്യവസായി പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിനായി ഡിസംബറിൽ തന്നെ അനുമതി തേടി അപേക്ഷ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീയതി ലഭിച്ചിരിക്കുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി പറഞ്ഞു. അദ്ദേഹത്തിന് ഡിസംബറിൽ തീയതി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് ജനുവരിയിലേക്ക് നീണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രതിഷേധവും വിവാദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 9-ാം തീയതിക്ക് മുമ്പായി ഗവർണർ ഭൂനിയമ ഭേദഗതി ബിൽ ഒപ്പിടാതെ തിരിച്ചയക്കാനും സാധ്യതയുണ്ട്. 9-ന് മുമ്പ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ എടുക്കുന്ന നിലപാട് എന്ത് എന്നതും ഏറെ പ്രധാനമാണ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം തത്സമയം എത്തുന്നു. സന്ദീപ് രാജാക്കാട്, 9-ാം തീയതി സമരക്കാരെല്ലാം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ആർക്കെതിരെയാണോ സമരം ഗവർണർ ഇങ്ങ് ഇടുക്കിയിലേക്ക് തൊടുപുഴയിലേക്ക് എത്തുന്നുണ്ട്. ഇനി സമരത്തിന്റെ സ്ഥലം മാറ്റേണ്ടി വരുമോ സമരക്കാർക്ക്? ഗുഡ് മോർണിംഗ് സുജയ പാർവതി. എന്തായാലും വലിയ വിവാദമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ഭൂനിയമ ഭേദഗതി ബില്ല്. ആ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാതെ തന്നെ ഇപ്പോഴും ഗവർണറുടെ മേശപ്പുറത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഗവർണർക്കെതിരെയുള്ള ഒരു പ്രതിഷേധ ആയുധമാക്കി ഈ ഭൂനിയമ ബില്ലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷം ഇടുക്കിയിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് 9-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിലാണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന അന്ന് തന്നെ ഇടുക്കിയിലേക്ക് ഗവർണർ എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതൊരു സ്വാഭാവികമായി നടന്ന കാര്യം എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായി അടക്കം വ്യക്തമാക്കുന്നത്. കാരണം ഡിസംബറിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അനുമതി തേടി അപേക്ഷ നൽകിയിരുന്നു. ആ ഡിസംബറിൽ അദ്ദേഹത്തിന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് 9-ാം തീയതി ഡേറ്റ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണർ എത്തുന്നത്. പക്ഷേ ഈ ഒരു വിഷയം നിലനിൽക്കുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ 2 തീയതികളും, ഒന്ന് രാജ്ഭവനിലേക്ക് നടക്കുന്ന മാർച്ച്, അന്നേ ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നു. എന്തായാലും ഇടുക്കിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബില്ലിൽ ഒരു തീരുമാനം ഏറെക്കുറെ എടുക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഈ ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പ് ഗവർണർ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം തേടിയിരുന്നു. ഈ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ഈടാക്കുക എന്നുള്ളത് അത് ഏത് തരത്തിലാകും എന്നതിനെ സംബന്ധിച്ചൊരു വിശദീകരണം തേടിയിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കുന്ന, ഇല്ലെങ്കിൽ രാജ്ഭവനിലേക്ക് ഇടതുപക്ഷം പ്രതിഷേധവുമായി പോയി കഴിയുമ്പോൾ ഗവർണർ ഇവിടേക്ക് എത്തിയാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. വലിയ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബില്ല് നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ, അതും ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ വലിയ ചർച്ചയായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സുജയ.